നമസ്കാരം. വനവാസി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര കേരളത്തിൻ്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന തട്ടേക്കാട് ഉള്ള ഒരു ചെറിയ ടൂറിസം പ്ലേസിലേക്കാണ്. ഇടക്കാലം കൊണ്ട് വളർന്നു വന്നൊരു ടൂറിസം പ്ലേസിലേക്കാണ്. നമ്മുടെ വീടിൻ്റെ അവിടുന്ന് ഒരു 10-18 കിലോമീറ്റർ ഉള്ളൂ അങ്ങോട്ട്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ്. കുട്ടമ്പുഴ പഞ്ചായത്തിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ഒരു സീസണിൽ നമ്മുടെ ഇവിടുത്തെ വെള്ളം ഇറക്കി വിടുമ്പോൾ മാത്രമുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും തട്ടേക്കാടിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കുട്ടമ്പുഴ ആറിൻ്റെ തീരത്താട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ മിനി സ്വിറ്റ്സർലാൻഡ്, കേരളത്തിൻ്റെ സ്വിറ്റ്സർലാൻഡിലേക്ക് പോകാം. അവിടുത്തെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. അപ്പോൾ നമ്മൾ മിനി സ്വിറ്റ്സർലാൻഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് ഈ കാണുന്നതാണ് നമ്മുടെ സ്ഥലം. ഇത് ശരിക്കും പൂത്താങ്കട്ട് ഡാമിൻ്റെ വെള്ളം ഇറക്കുന്ന സമയത്ത് മാത്രമാണ് ഇത് നമുക്ക് ദൃശ്യമാവുള്ളൂ. വെള്ളം പിടിച്ചു കഴിഞ്ഞാൽ ആ കാണുന്ന കെട്ടിൻ്റെ ഒപ്പം ഈ കാണുന്ന കെട്ടിൻ്റെ ഒപ്പമൊക്കെ വെള്ളം തിങ്ങി നിറഞ്ഞു കയറും. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തൂടെയാണ് നമ്മുടെ കുട്ടമ്പുഴ പുഴ ഒഴുകുന്നത്. നമുക്ക് അങ്ങോട്ടൊക്കെ പോകാം. ശനി ഞായർ ദിവസങ്ങളിലൊക്കെ ഒരുപാട് സഞ്ചാരികൾ വരുന്നൊരു സ്ഥലമാണ് കേട്ടോ ഇത്. പിന്നെ ഇവിടെ ഒരു കോർട്ടുണ്ട്. ഇപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ ഇഷ്ടംപോലെ കുട്ടികൾ വന്ന് കളിക്കുന്ന സ്ഥലമൊക്കെയാണ്. നമ്മുടെ പുറയിൽ ഈ കാണുന്നതാണ് കേട്ടോ കുട്ടമ്പുഴ പുഴ. നമ്മുടെ പുഴിക്കുട്ടിയാറും ഇടമലയാറും എല്ലാം കൂടെ ചേർന്ന് വന്ന് നേരെ പൂത്താങ്കട്ടിലേക്ക് പോകുന്നതാണ്. താഴെയാണ് പൂത്താങ്കട്ട്. അപ്പോൾ വർഷക്കാലം ആകുമ്പം വെള്ളം കൂടുന്നതുകൊണ്ട് ഡാം തുറന്നു വിടുന്നതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു സൈറ്റ് നമുക്ക് കിട്ടുന്നത്. വേനൽക്കാലത്ത് ഇത് ഫുള്ള് വെള്ളമായിരിക്കും. അപ്പോൾ വർഷക്കാലത്ത് ഈ സമയത്താണ് സഞ്ചാരികൾ കൂടുതലായിട്ട് ഇവിടേക്ക് വരുന്നത്.
അപ്പോൾ നമ്മൾ തട്ടേക്കാട് എത്തിയിട്ടുണ്ട് കേട്ടോ. ആ കാണുന്ന ബൈക്കൊക്കെ ഇരിക്കുന്നിടത്തു നിന്നാണ് പണ്ട് പാലം വരുന്നതിന് മുമ്പ് ജങ്കാർ സർവീസ് ഉണ്ടായിരുന്നത്. ബസ്സും വലിയ വാഹനങ്ങളും എല്ലാം ജങ്കാറിൽ കടത്തിക്കൊണ്ടിരുന്ന് ഇവിടുന്നാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പഴയ ജങ്കാർ സർവീസ് നടത്തിക്കൊണ്ടിരുന്ന ജെട്ടിയാണ് ഇത്. ഇപ്പോൾ പണ്ട് ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഇവിടെ ഈ സമയത്ത് ഇങ്ങനെ വെള്ളം ഇറക്കി കഴിയുമ്പോൾ 2-3 ബസ് അക്കരെ ഉണ്ടാവും. അപ്പോൾ ഇവിടുന്ന് വരുന്ന ബസ്സിൻ്റെ സമയത്തിനനുസരിച്ച് അക്കരയിൽ നിന്ന് ഒരു ബസ് അങ്ങോട്ടുണ്ടാവും, പൂയംകുട്ടി ഭാഗത്തേക്ക്, കുള്ളന്നണി ഭാഗത്തേക്കൊക്കെ. അപ്പോൾ പാലം വന്നു കഴിഞ്ഞാണ് ഞങ്ങളുടെ ആ ദുരിതമൊക്കെ മാറിയത്. അതുവരെ ഇവിടെ ചെറിയ വള്ളം ഉണ്ടാവും, അതിൽ കയറി അക്കരെ കയറിയിട്ട് അവിടുന്ന് അടുത്ത ബസ്സിന് കയറി വേണം വീട്ടിൽ പോകാനായിട്ട്. ഇവിടെ നമ്മൾ ഡാമിൽ ഷട്ടർ ഇട്ട് കഴിയുമ്പോൾ വെള്ളം കൂടുന്നതിൻ്റെ അളവനുസരിച്ച് ജങ്കാർ സർവീസ് നടത്താൻ വേണ്ടിയിട്ട് ഇതുണ്ടോ സ്റ്റെപ്പായിട്ട് 2-3 ജെട്ടിയുണ്ട്. അപ്പോൾ നമ്മൾ ഈ തൊട്ടപ്പുറത്ത് പുന്നേക്കാട് കളപ്പാറ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് കേട്ടോ. ആളുകളൊക്കെ വന്ന് വിശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന വഴിയുടെ റോഡിൻ്റെ, നമ്മുടെ മെയിൻ റോഡിൻ്റെ സൈഡിൽ തന്നെയായിട്ടാണ്. അപ്പോൾ നമുക്ക് അവിടെയൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മൾ കളപ്പാറ എത്തിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും കോതമംഗലത്ത് നിന്ന് പൂയംകുട്ടി മാമലക്കണ്ടമൊക്കെ പോകുന്ന റൂട്ടാണ്. കോതമംഗലത്ത് നിന്ന് ഏകദേശം 10 കിലോമീറ്ററോളം ഉള്ളൂ പുന്നേക്കാട് കളപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ നമ്മുടെ തട്ടേക്കാട് ബേർഡ് സാഞ്ചുറിയൊക്കെ. അവിടുന്ന് ഒരു 3 കിലോമീറ്റർ ഉള്ളൂ നമ്മുടെ മിനി സ്വിറ്റ്സർലാൻഡിലേക്ക്. അപ്പോൾ കുട്ടമ്പുഴ ഭാഗങ്ങളിലേക്ക് ടൂർ വരുന്ന ആളുകൾക്ക് ഇതുപോലെ 2-3 സ്ഥലങ്ങളുണ്ട് നമുക്ക് വന്ന് വിശ്രമിക്കാനും കാഴ്ചകൾ കാണാനും ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് പറ്റിയ സ്ഥലങ്ങൾ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.